ഹായ്, എല്ലാവർക്കും സ്വാഗതം പാറൂസ് ഡ്രീം ഡാനിലേക്ക്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് 3 സിമ്പിൾ സ്റ്റെപ്സുകളാണ്. എല്ലാ തരത്തിലുള്ള സോങ്സുകൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള 3 സ്റ്റെപ്സുകളാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് വളരെ സിമ്പിളാണ്. ഈ സ്റ്റെപ്പ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം കൈകളുടെ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. 2 കൈകളും ഇങ്ങനെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് റൈറ്റ് കൈ മുന്നിലേക്കും ലെഫ്റ്റ് കൈ ബാക്കിലേക്കും കൊണ്ടുപോവുക. ഒന്നിങ്ങനെ ചെറുതായിട്ട് തിരിച്ചു കൊടുക്കുക. 2 കൈകളും ഒരേ സമയം തന്നെ ചെയ്യുക. റൈറ്റ് കൈ മുന്നിലേക്കും ലെഫ്റ്റ് കൈ ബാക്കിലേക്കും കറക്കുക. നമ്മളത് ലെഫ്റ്റ് സൈഡിലാണ് ചെയ്യേണ്ടത്, മുന്നിലല്ല. ലെഫ്റ്റ് സൈഡിൽ 2 കൈകളും ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ കറക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് റൈറ്റ് കൈ ലെഫ്റ്റ് കൈയുടെ മുകളിലായിട്ട് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് പതുക്കെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് പോവുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ കൊണ്ടുചെന്ന് ഇങ്ങനെ പൂവ് പിടിക്കില്ലേ നമ്മൾ, അതുപോലെ കൈകൾ രണ്ടും ചേർത്ത് വെച്ച് നന്നായിട്ടിങ്ങനെ പൂവ് പിടിക്കുക. കൈകൾ നന്നായിട്ടിങ്ങനെ വിടർത്തി കൊടുക്കുക ചേർത്ത് വെച്ചിട്ട്. 2 കൈകളും ലെഫ്റ്റ് സൈഡിൽ പിടിക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കറക്കുക. എന്നിട്ട് സ്ലോലി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് പൂവ് പിടിക്കുക. നമ്മൾ നോക്കേണ്ടത് ആദ്യം ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക, പിന്നീട് റൈറ്റ് സൈഡിലേക്ക് നോക്കുക. ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ബോഡി കൂടി മൂവ് ചെയ്യിക്കണം. കൈകളും കാലുകളും മാത്രമല്ല, ബോഡി കൂടി ചെറുതായിട്ടൊന്നിങ്ങനെ മൂവ് ചെയ്യിക്കണം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പം ചെറുതായിട്ട് കണ്ടോ, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക, മൂവ് ചെയ്യിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കാലുകളുടെ സ്റ്റെപ്സ് നോക്കാം. കാലുകൾ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡിലല്ലേ ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റ് കാല് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. വിരലുകളിൽ കുത്തിയിട്ട് വയ്ക്കുക. കാലുകൾ ഇങ്ങനെ തിരിച്ച് വിരലുകളിൽ കുത്തിയിട്ട് ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് കാല് അതുപോലെ വിരലുകളിൽ കുത്തി സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ കാലുകൾ ഇങ്ങനെ തിരിച്ച് വിരലുകളിൽ കുത്തി വെച്ച് ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഇങ്ങനെയാണ് ഈ സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് സ്റ്റെപ്പ് ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പും വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് നമുക്ക് 3 രീതിയിൽ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ 2 തരത്തിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റെപ്പ് കാണിക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ രീതി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ 2 കൈകളും ബാക്കിൽ വെച്ചിട്ടാണ് ചെയ്തത്. രണ്ടാമത്തെ രീതിയിൽ നമ്മൾ 2 കൈ കൊണ്ട് നമ്മുടെ ഡ്രസ്സിൽ പിടിക്കുക. വലിയ ഗൗണൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇങ്ങനെ നമുക്ക് ബാക്കിലോട്ടും ചെയ്യാം, അതുപോലെ മുന്നിലോട്ടും ചെയ്യാം. അതുപോലെ ഈ സെയിം സ്റ്റെപ്പ് നമുക്ക് കപ്പിൾ ഡാൻസിലും യൂസ് ചെയ്യാം. നമ്മുടെ പാർട്ട്ണറുടെ കൈ പിടിച്ചുകൊണ്ട് നമുക്ക് സെയിം സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റെപ്പ് നമ്മൾ 3 രീതിയിൽ ചെയ്തു. ബാക്കിൽ കൈ വെച്ചുകൊണ്ട് ചെയ്തു, ഡ്രസ്സ് പിടിച്ചുകൊണ്ട് ചെയ്തു, അതുപോലെ കപ്പിൾ ഡാൻസ് ആയിട്ടും ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റെപ്പ് 2 രീതിയിലും ചെയ്തു. ആദ്യം 1 2 3 4 5 6 7 8 മുന്നിലേക്ക് മാത്രമായിട്ട് ചെയ്തു. പിന്നീട് 1 2 3 4 മുന്നിലും 1 2 3 4 ബാക്കിലേക്കായിട്ടും ചെയ്തു. ഈ സ്റ്റെപ്പിൽ ആദ്യം നമുക്ക് നോക്കാനുള്ളത് കാലുകളുടെ മാത്രം സ്റ്റെപ്പാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ലെഫ്റ്റ് കാലെടുക്കുക. എന്നിട്ട് റൈറ്റ് കാലിൻ്റെ മുന്നിലേക്ക് ക്രോസ് ചെയ്ത് വയ്ക്കുക. ലെഫ്റ്റ് കാലെടുത്ത് റൈറ്റ് കാലിൻ്റെ മുന്നിലേക്കായിട്ട് വയ്ക്കുക. അതിനുശേഷം റൈറ്റ് കാല് ഇങ്ങനെ നീട്ടി വയ്ക്കുക. കണ്ടോ, ഇങ്ങനെ വിരലുകളിൽ കുത്തിയിട്ട് നീട്ടി വയ്ക്കുക. അതിനുശേഷം ഈ നീട്ടി വെച്ചിരിക്കുന്ന ഈ റൈറ്റ് കാലുണ്ടല്ലോ, അതെടുത്ത് ലെഫ്റ്റ് കാലിൻ്റെ മുന്നിലേക്ക് ക്രോസ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ലെഫ്റ്റ് കാലെടുത്ത് നീട്ടി വയ്ക്കുക. അതിനുശേഷം വീണ്ടും സെയിം സ്റ്റെപ്പ്. ലെഫ്റ്റ് കാലെടുത്ത് റൈറ്റ് കാലിൻ്റെ മുന്നിൽ ക്രോസ് ചെയ്ത് വയ്ക്കുക. റൈറ്റ് കാല് നീട്ടി വയ്ക്കുക. പിന്നീട് റൈറ്റ് കാലെടുത്ത് ക്രോസ് ചെയ്ത് വയ്ക്കുക. പിന്നീട് ലെഫ്റ്റ് കാല് നീട്ടി വയ്ക്കുക. ഇനി നമുക്ക് മുന്നിലേക്കും ബാക്കിലേക്കുമായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് നമ്മൾ ആദ്യം സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യുക. ലെഫ്റ്റ് കാലെടുത്ത് വയ്ക്കുക, റൈറ്റ് കാല് നീട്ടുക, റൈറ്റ് കാലെടുത്ത് വയ്ക്കുക, ലെഫ്റ്റ് കാല് നീട്ടുക. ഇനി നമുക്ക് ബാക്കിലോട്ട് പോകണം. അതിനുവേണ്ടി നമ്മൾ ഈ നീട്ടി വെച്ചിരിക്കുന്ന ലെഫ്റ്റ് കാലുണ്ടല്ലോ, അതെടുത്ത് ബാക്കിൽ വയ്ക്കുക. ഇങ്ങനെ വിരലുകളിൽ കുത്തിയിട്ട് ബാക്കിലേക്ക് വയ്ക്കുക.
അതിനുശേഷം നമ്മുടെ റൈറ്റ് കാലെടുത്ത് നീട്ടി വയ്ക്കുക. അതിനുശേഷം ഈ നീട്ടി വെച്ചിരിക്കുന്ന റൈറ്റ് കാലുണ്ടല്ലോ അതെടുത്ത് ബാക്കിൽ വയ്ക്കുക. ബാക്കിൽ വിരലുകളിൽ കുത്തിയിട്ട് വയ്ക്കുക. എന്നിട്ട് ലെഫ്റ്റ് കാല് നീട്ടി വയ്ക്കുക. ഞാനിതൊന്ന് ചെയ്ത് കാണിക്കാം. 1 2 3 4 1 2 3 4 ഇങ്ങനെയാണ് ഇത് വരുന്നത്. നമുക്കിനി അടുത്ത സ്റ്റെപ്പ് ഏതാണെന്ന് നോക്കാം. ഈ സെയിം സ്റ്റെപ്പ് നമുക്ക് 2 കൈ വെച്ചും ചെയ്യാം. ഓക്കെ, നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കൈകൾ നോക്കാം. ആദ്യം നമുക്ക് ഒരു കൈ വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലെഫ്റ്റ് കൈ ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് റൈറ്റ് കൈ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്യാം. കൈകൾ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കണ്ടോ, ഇങ്ങനെ ഒന്ന് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരിക. അതായത് കണ്ണിന് മുന്നിലേക്കായിട്ട് കൊണ്ടുവരിക. അപ്പോൾ കൈകൾ മടക്കി പിടിക്കുക. ബലത്തിൽ ഇങ്ങനെ പിടിക്കരുത്. കൈകൾ ലൂസാക്കിയിട്ട് പിടിക്കുക. കൈകൾ എപ്പോഴും ലൂസാക്കി വയ്ക്കുക. ഇതേപോലെ തന്നെയാണ് നമ്മൾ 2 കൈ വെച്ചും ചെയ്യേണ്ടത്. 2 കൈ വെച്ചും ചെയ്യുമ്പോൾ 2 കൈകളും നേരത്തെ ചെയ്തില്ലേ, അതുപോലെ തന്നെ 2 കൈകളും ഒരുമിച്ച് ഇങ്ങനെ ചെയ്യുക. കണ്ണിൻ്റെ മുന്നിലേക്കായിട്ട് ഇങ്ങനെ മടക്കി പിടിച്ച് വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നീക്കി കൊടുക്കുക. ചെറുതായിട്ട് ഒന്ന് നീക്കി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഒരു കൈ വെച്ച് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം. ജസ്റ്റ് കണ്ണിൻ്റെ മുന്നിൽ വച്ചിട്ട് ഒന്ന് നീക്കി കൊടുക്കണം. ഇനി നമുക്ക് കാലുകളുടെ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ലെഫ്റ്റ് കാല് മുന്നിലും റൈറ്റ് കാല് ബാക്കിലുമായിട്ട് വയ്ക്കുക. അല്ലെങ്കിൽ റൈറ്റ് കാല് മുന്നിലും ലെഫ്റ്റ് കാല് ബാക്കിലുമായിട്ട് വയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ ലെഫ്റ്റ് കാല് മുന്നിലും റൈറ്റ് കാല് ബാക്കിലുമായിട്ടാണ് വയ്ക്കുന്നത്. നമ്മൾ മുന്നിൽ വയ്ക്കുന്ന കാലുണ്ടല്ലോ വിരലുകളിൽ വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. കാരണം നമ്മളിതിൽ ചെറുതായിട്ട് ഹിപ്പ് കൂടി മൂവ് ചെയ്യിക്കണം. അപ്പോൾ വിരലുകളിൽ കുത്തി വയ്ക്കുകയാണെങ്കിൽ ഹിപ്പ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അല്ലാതെ കുറച്ച് എന്താ പറയുക, ഡാൻസ് ചെയ്ത് പരിചയമുള്ളവർക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 2 കാലുകളും നമ്മൾ നിലത്ത് പ്രസ് ചെയ്ത് വെച്ചാലും അവർക്ക് ഹിപ്പ് എളുപ്പത്തിൽ തന്നെ അനക്കാൻ പറ്റും. പക്ഷേ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് എനിക്ക് തോന്നുന്നത് മുന്നിൽ വയ്ക്കുന്ന കാല് വിരലുകളിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ബാക്കിൽ വയ്ക്കുന്ന കാല് പ്രസ് ചെയ്ത് വയ്ക്കാം. നമ്മൾ മുന്നിൽ വയ്ക്കുന്ന കാല് ചെറുതായിട്ടൊന്നിങ്ങനെ മുട്ടൊന്ന് ചെറുതായിട്ട് മടക്കി വയ്ക്കണേ. എന്നിട്ട് 2 കാലുകളും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കുക, ഉയർത്തി കൊടുക്കുക. ഒരുപാട് ഉയരത്തിലേക്കൊന്നും ഉയർത്തണ്ട, ചെറിയ രീതിയിൽ ഉയർത്തി കൊടുത്താൽ മതി. മുന്നിലത്തെ കാല് ഉയർത്തുമ്പോൾ ബാക്കിലത്തെ കാല് നിലത്തുണ്ടാവും. ബാക്കിലത്തെ കാല് ഉയർത്തുമ്പോൾ മുന്നിലത്തെ കാല് നിലത്ത് വയ്ക്കുക. അങ്ങനെ 1 2 3 ഞാൻ സൈഡ് ചെരിഞ്ഞ് നിന്നിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്യാം. ഹിപ്പ് കൂടി മൂവ് ചെയ്യിക്കുക കേട്ടോ. നമ്മുടെ ലുക്കും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൈ താഴേന്ന് എടുക്കുമ്പോൾ താഴേക്ക് നോക്കുക. എന്നിട്ട് കൈ കണ്ണിന് മുന്നിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കേണ്ടത്. അത് 2 കൈ വെച്ച് ചെയ്യുമ്പോഴും 1 കൈ വെച്ച് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ. കൈ ചെയ്യുമ്പോൾ ആദ്യം താഴേക്ക് നോക്കുക, പിന്നീട് മുന്നിലേക്ക് നോക്കുക. കൈകൾ ഇങ്ങനെ നീക്കി കൊടുക്കാൻ മറക്കല്ലേ. കണ്ണിന് മുന്നിൽ വെച്ചിട്ടാകുമ്പോൾ ചെറുതായിട്ടൊന്ന് നീക്കി കൊടുക്കണം. ഇങ്ങനെ. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.